land reforms in India. Importance of land reforms. Land reforms means abolishing the existing defective structure of land holdings by introducing a nationalized structure in order to increase agricultural productivity. Land reform is a means to maximize the welfare of the country. The underlying purpose of land reforms is both economic and social. From the economic point of view, the purpose of land reforms is to maximize agricultural output. From the social point of view, there should be no exploitation of one class by another. It is a means of redistributing agricultural land in favor of the less privileged classes and of improving terms and conditions with a view to end economic and social exploitation. Thus, the land reforms have to achieve the twin objectives of raising agricultural productivity and introducing a measure of social justice. എന്താണ് ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ? നിലവിലുള്ള ഭൂമിയുടെ കൈവശത്തിലുള്ള അല്ലെങ്കിൽ ലാൻഡ് ഹോൾഡിങ്സിലുള്ള തെറ്റായ പ്രവണതകളെ ഒഴിവാക്കി കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് ദേശീയ തലത്തിലുള്ള ഒരു ഘടന കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള തെറ്റായ ഭൂനയങ്ങൾ മാറ്റിക്കൊണ്ട് ഭൂ ഉടമസ്ഥാവകാശം മാറ്റിക്കൊണ്ട് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക. കാരണം അത് സമൂഹത്തിന്റെ ക്ഷേമം വർദ്ധിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? എന്താണ്? സാമൂഹിക സാമ്പത്തിക ലക്ഷ്യമുണ്ട്. എന്താണ് സാമ്പത്തിക ലക്ഷ്യം? ഉൽപാദനം വർദ്ധിപ്പിക്കുക, കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക. എന്താ സാമൂഹിക ലക്ഷ്യം? എന്താണ്? ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, ഒരാൾ മറ്റൊരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അനുവദിക്കരുത്. അതായത് ഇതുകൊണ്ട് അർത്ഥമാക്കുക, കാർഷിക ഭൂമി ഇല്ലാത്തവർക്കും ഭൂരഹിത ആളുകൾക്കും അനുകൂലമായ രീതിയിലേക്ക് വിതരണം ചെയ്യുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതിന് രണ്ട് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്ന്, കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക. രണ്ട്, സാമൂഹിക ക്ഷേമം, സാമൂഹിക നീതി ഉറപ്പുവരുത്തുക. ഇത് രണ്ടുമാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. Now let us find out what are the need and objectives of land reforms. എന്താണ് ലക്ഷ്യം? എന്താണ് അതിന്റെ ആവശ്യകത? എന്താണ്? The agrarian structure in the country before independence was characterized by increasing exploitation and social injustice. Agriculture remained without any progress. A large number of intermediaries grew up between the state and the actual cultivator, and they exploited the actual tiller. The heavy pressure of population has led to the spread of tenancy cultivation. The tenants enjoyed no security of tenure. The excessive pressure of population on land gave rise to large classes of landless laborers in the country. The small and fragmented units of cultivation stood in the way of agricultural progress. Hence, our land system has been feudal and exploitative in respect of ownership and the most uneconomic in respect of land use. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ കാർഷിക മേഖലയുടെ കാർഷിക ഘടന എന്ന് പറയുന്നത് വർദ്ധിച്ച ചൂഷണവും സാമൂഹിക അനീതിയിലും അധിഷ്ഠിതമായിരുന്നു. കാർഷിക മേഖല കുറെ കാലം ഒരു പുരോഗതിയും ഇല്ലാണ്ട് നിലനിന്നിരുന്നു. അതിനിടയിൽ ഒരുപാട് മധ്യവർത്തികൾ, ഇന്റർമീഡിയറീസ് അതിൽ കടന്നു വന്നു എന്നുള്ളതാണ്. ഇന്റർമീഡിയറീസ്
അതുപോലെ എന്താണ് ഉയർന്ന ജനസംഖ്യ വർധനവ്, അത് ടെനൻസി കൾട്ടിവേഷൻ വ്യാപകമാക്കാൻ കാരണമായി. അത് കൂടുതൽ കുടിയാന്മാരെ സൃഷ്ടിക്കുന്നതാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ പണിക്ക് എന്താണ്, അവർക്ക് സെക്യൂരിറ്റി ഇല്ല. എപ്പോൾ വേണമെങ്കിൽ തങ്ങളെ കുടിയിറക്കപ്പെടാം. അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്ന ജനസംഖ്യ വർധനവ് തന്നെ ഒരുപാട് ലാൻഡ്ലെസ് ലേബേഴ്സിനെ ഉണ്ടാക്കാൻ അത് കാരണമായിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ചിന്നിച്ചിതറിയ ഭൂമിയും ചെറിയ കർഷണമാക്കിയുള്ള ഭൂമിയും നമ്മുടെ കാർഷിക ഉൽപാദനം കുറയാൻ കാരണമായിട്ടുണ്ട്. ഈ കാർഷിക വികസനത്തിന് വിഘാതമായി നിന്ന ഘടകങ്ങൾ. ഒരു പരിധിവരെ നമ്മുടെ സിസ്റ്റം ഒരു ഫ്യൂഡൽ വ്യവസ്ഥയായിരുന്നു, കാര്യമായി എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അത് ഉപയോഗം വെച്ച് പറയുമ്പോൾ അത് അൺഇക്കണോമിക് ആയിരുന്നു പറയാൻ പറ്റും. Now let us find out what are the scope or objectives of land reforms. നമ്മുടെ ലാൻഡ് റിഫോംസ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ്. ഇന്റർമീഡിയറ്റ്സിനെ അബോളിഷ് ചെയ്യുക. ടെനൻസി റിഫോംസ്, അതുപോലെ സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിംഗ്സ്, അഗ്രേറിയൻ റീഓർഗനൈസേഷൻ ഇൻക്ലൂഡിംഗ് consolidation holdings and prevention of subdivision and fragmentation. തുണ്ടുതുണ്ടായി മുറിക്കുന്നതൊക്കെ ഒഴിവാക്കുക, ഭൂമി അവയെ ഒന്നുകൂടി ഏകീകരിക്കുക. ഓർഗനൈസേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ഫാംസ്, കോഓപ്പറേറ്റീവ് ഫാമുകൾ സ്ഥാപിക്കുക. ഫസ്റ്റ് വൺ, അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ്. The abolition of intermediary tenure has almost been completed and farmers have been brought in direct contact with the state and enabled to become owners of land. Okay, ഒരു പരിധി വരെ എന്താണ് ഇന്റർമീഡിയറ്റ്സിനെ കംപ്ലീറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ് ഓണേഴ്സ് ഓഫ് ലാൻഡ് നമ്മൾ ഒരു നേരിട്ടൊരു കോണ്ടാക്റ്റിലേക്ക് വന്നിട്ടുണ്ട്. A considerable area of cultivable wasteland and a private forest belonging to intermediaries have been vested in this state. It has facilitated distribution of some lands to the landless agriculturists. അപ്പോൾ ഇന്റർമീഡിയറ്റ്സിനെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല, മറ്റൊന്ന് അവരുടെ കൈവശമുള്ള ഭൂമി, അധികമായ ഭൂമി സർക്കാരിന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. അത് ഒരു പരിധി വരെ ഭൂമി ഇല്ലാത്തവർക്ക് വിതരണം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു ടെനൻസി റിഫോംസ്. Tenancy reforms are a part of land reforms. Land reform ഭാഗമാണ് tenancy reforms. Under tenancy reforms, legislative measures are introduced for fixing fair rent, protecting the tenants from eviction or ejectment from land, and conferment of ownership rights under certain conditions. But tenancy reforms നമ്മൾ കൃത്യമായി വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമപരമായ പരിരക്ഷ നൽകുക. കുടിയായ്മ കൃഷിക്ക് നിയമപരമായ പരിരക്ഷ നൽകുക, അവരുടെ റെന്റ് കൃത്യമായിട്ട് നിർണ്ണയിക്കുക, ഓട്ടം കൃത്യമായിട്ട് നിർണ്ണയിക്കുക, അവരെ ഭൂമിയിൽ നിന്ന് പുറത്താക്കുന്നതിൽ നിന്നും അവരെ സംരക്ഷിക്കുക, അവർക്ക് എന്താണ് ഓണർഷിപ്പ് നൽകാനുള്ള സംവിധാനങ്ങൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുക. The major provisions of the tenancy legislations are, first one, regulation of rent. ഈ ടെനൻസി റിഫോംസിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് റെഗുലേഷൻ ഓഫ് റെന്റ് ആണ്. റെന്റ് നിർണ്ണയിക്കപ്പെടും, എത്രമാത്രമാണ് റെന്റ് എന്നുള്ളത് നിർണ്ണയിക്കപ്പെടുന്നതാണ്. One serious problem of owner-tenant relationship has been the extraordinary rent charged by the owners from the tenants. The high rate of rent served as a disincentive to the cultivator to produce. നമുക്കറിയാം, ഒരു ഭൂവുടമയും കുടിയാനും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഈ അവൻ ചാർജ് ചെയ്യുന്ന റെന്റുമായി ബന്ധപ്പെട്ടത്. ഏറ്റവും ഉയർന്ന റെന്റാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഉയർന്ന റെന്റ് ഈടാക്കുമ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ച് കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടാവുകയില്ല. The first 5-year plan recommended that the rate of return should not exceed 1/4 to 1/5 of the gross produce. ഇവിടെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന്റെ പരമാവധി 4/1 കൂടാൻ അല്ലെങ്കിൽ എന്താണ് റെന്റ് കൂടാൻ പാടില്ല നിശ്ചയിക്കപ്പെടുകയുണ്ടായി. അല്ലെങ്കിൽ 4/1 അല്ലെങ്കിൽ 5 മാക്സിമം.
In the light of this recommendation, the rents have been fixed in various states. പല സ്റ്റേറ്റുകളും ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ റെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയൊക്കെ ആണെങ്കിൽ 6-1, രാജസ്ഥാനും 6-1. അതുപോലെ തന്നെ ഒറീസ, ആന്ധ്രാപ്രദേശ് 4-1 ഫിക്സ് ചെയ്തു. പഞ്ചാബ് 3-1, ഹരിയാന 3-1. അതുപോലെ എന്താണ് തമിഴ്നാടൊക്കെ ആണെങ്കിൽ 33.3% മുതൽ 40% വരെയൊക്കെയാണ് ഫിക്സ് ചെയ്തത്. അപ്പോ റെന്റ് ഫിക്സ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മെച്ചം. രണ്ടാമത് സെക്യൂരിറ്റി ഓഫ് ടെന്യൂറാണ്. ജോലി ചെയ്യുന്നുള്ള ഒരു സുരക്ഷിതത്വമാണ് പുറത്തിറക്കിയുള്ളത്. To protect tenants from ejectment and to grant them permanent rights on land, legislations have been passed in most of the states. As per the provisions of the tenancy laws, landlords were prevented from evicting the tenants who pay rent regularly. കൃഷി ചെയ്യുന്ന കുടിയാനെ പുറത്താക്കാതിരിക്കാനുള്ള ചില നിബന്ധനകൾ കൊണ്ടുവന്നു, നിയമങ്ങൾ കൊണ്ടുവന്നു. മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും നിയമനിർമ്മാണം നടത്തി. അവിടെ എന്താണ് കുടിയായ്മ കൃഷിക്ക് നിയമപരിരക്ഷ നൽകുന്ന ഒരു സമീപനമാണ്. അതായത് കൃത്യമായി റെന്റ് നൽകുന്ന ഒരു കുടിയാനെ ഭൂമിയിൽ നിന്ന് പുറത്തിറക്കാൻ ഒരു ലാൻഡ് ലോഡിനും അവകാശമില്ല. നിയമപരമായി അവർക്ക് അത് സംരക്ഷണം കൊടുക്കുക. നെക്സ്റ്റ്, തേർഡ് വൺ, റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഫോർ ടെനൻസ്. കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുന്ന നിയമനിർമ്മാണം. ടു എൻകറേജ് ഹാർഡ് വർക്കിംഗ് ഓൺ ദി പാർട്ട് ഓഫ് കൾട്ടിവേറ്റേഴ്സ്, many state governments have given the tenants the right to purchase their holdings. കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ, കർഷകർക്ക് കൃഷിയോട് താല്പര്യം തോന്നുവാൻ, ടെനൻസ് കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുന്ന ഒരു പദ്ധതി ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. The purchase in such case is allowed either at fair prices determined by the tribunal appointed for the purpose, or on a payment of certain multiple of land revenue or rent. In several states, laws have been enacted to confer ownership rights on the tenant cultivator. As a result of this system, tenancy has disappeared in the states like Gujarat, Maharashtra, Kerala, Himachal Pradesh, and Jammu and Kashmir. ഇവിടെ എന്താണ് കുടികിടപ്പുകാർ അല്ലെങ്കിൽ കുടിയാന്, കൃഷി ചെയ്യുന്ന കുടിയാന് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കുന്ന ഒരു സംവിധാനം. അതിനുവേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ട്രിബ്യൂണൽ ഉണ്ട്. ആ ട്രിബ്യൂണൽ നിശ്ചയിക്കുന്ന ന്യായ വിലയ്ക്ക് കുടിയാന്മാർക്ക് ഭൂമി വിലയ്ക്ക് വാങ്ങാം. അല്ലെങ്കിൽ അവരുടെ റെന്റിന്റെ ഒരു നിശ്ചിത മടങ്ങ് തുക കൊടുത്താൽ അവർക്ക് കൃഷിഭൂമി വാങ്ങാൻ പറ്റുന്ന നിയമനിർമ്മാണം പല സ്റ്റേറ്റുകളും നടത്തിയിട്ടുണ്ട്. അതിലൂടെ എന്താണ് ഇത്തരത്തിലുള്ള ടെനൻസിന് അവർക്ക് ഓണർഷിപ്പ് റൈറ്റ് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ എന്താണ് ഇത് പല സ്റ്റേറ്റ് നടപ്പിലാക്കിയത് തന്നെ നമുക്ക് പറയാം. ടെനൻസി എന്ന് പറയുന്നത് കേരളം പോലെയുള്ള ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീരിൽ ഇപ്പോൾ എന്താണ് ഇങ്ങനൊരു ടെനൻസി കൾട്ടിവേഷൻ ഇല്ല എന്ന് പറയാൻ കഴിയും. ഓക്കെ, ഇതാണ് ടെനൻസി റിഫോംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി മൂന്നാമത് സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിങ്സ് ആണ്. ഭൂമി കൈവശം വെക്കാൻ പറ്റുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക. By a ceiling on land holdings, we mean the fixing of the maximum size of a holding that an individual cultivator or a household of may possess. ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൈവശം വെക്കാൻ പറ്റുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക. Fixation of ceiling on land holdings have two objectives. രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട്. എന്താണ്? First, it can prevent further concentration of land in few hands. Secondly, surplus of land available in excess of the limits set by the ceiling can be distributed among the landless laborers. രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഒന്ന്, ഒരു വ്യക്തിയുടെ കയ്യിൽ അമിതമായ ഭൂമി കേന്ദ്രീകരിക്കുന്നത് തടയാൻ. രണ്ട്, ബാക്കി വരുന്ന ഭൂമി ഇല്ലാത്തവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കൊടുക്കാം. Laws on ceiling of agricultural land have been enacted and are being implemented in almost all states. ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട്. Fourth one, consolidation of holdings. The holdings in India are fragmented and scattered. This defect is being removed by the consolidation of holdings.
By consolidation holdings, we mean bringing together scattered and fragmented land of a cultivator into one compact crop. ഇവിടെ എന്താണ്? തുണ്ടായി മുറിക്കപ്പെട്ട കീറി മുറിക്കപ്പെട്ട ഭൂമിയെ ഒരുമിച്ച് കൊണ്ടുവരിക, ഒറ്റ ബ്ലോക്ക് ആക്കി മാറ്റുക. അതിലൂടെ ആധുനികമായ കൃഷി രീതികൾ നടപ്പിലാക്കാൻ സാധിക്കണം. അതാണ് കൺസോളിഡേറ്റഡ് ഹോൾഡിംഗ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. മറ്റൊന്ന് കോഓപ്പറേറ്റീവ് ഫാമിംഗ് ആണ്. The final aspect of land reforms in India is to establish cooperative farming throughout India and set up a cooperative rural economy. ഒരു കോഓപ്പറേറ്റീവ് ഫാമിംഗ് ആണ് നമ്മുടെ ലാൻഡ് റിഫോംസിന് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. Cooperative farming is an organization of the farmers extending the principles of cooperation to agriculture. എന്താ കോഓപ്പറേറ്റീവ് ഫാമിംഗ്? കർഷകരുടെ ഒരു സംഘടനയാണ്. അവിടെ എന്താണ്? കൃഷിയിലും സഹകരണം എന്ന പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംവിധാനം. In India, the size of holdings is very small. We have already seen that. As such, the Indian farmers are unable to make any permanent improvement on the land. നമുക്കറിയാം, ഇന്ത്യയിലെ ഭൂമി വളരെ തുണ്ടുതുണ്ടായി കീറി മുറിക്കപ്പെട്ട കുഞ്ഞു കുഞ്ഞു ഭൂമികളാണ്. അവിടെ പെർമനന്റ് ആയിട്ട് ഒരു ഭൂമിയിലെ ഒരു ഇംപ്രൂവ്മെന്റ് നടത്താൻ പറ്റില്ല. Besides mechanization, agriculture is also not possible. Mechanization സാധ്യമല്ല. അതുകൊണ്ട് എന്താണ്? Emphasis was given in cooperative joint farming. അതുകൊണ്ട് എന്താണ്? ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ മെക്കനൈസേഷൻ നമ്മൾ നടത്താൻ മതി. അപ്പൊ കൃഷിയിൽ സഹകരണ സംവിധാനം കൊണ്ടുവന്നുകൊണ്ട് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം കൂടി ലാൻഡ് റിഫോംസിൽ. ഇത്രയുമാണ് ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട് നമുക്ക്. ഓക്കെ.